ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 44-ാം അധ്യായം 22-ാം വാക്യം. ഞാൻ കാർമുകിലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെപ്പോലെ നിന്റെ പാപങ്ങളെയും മായ്ച്ചു കളയുന്നു. എങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ദൈവം ഇങ്ങനെയാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും തെറ്റുകൾ ചെയ്യാറുണ്ട്. ചിലപ്പോൾ ആ പാപങ്ങളും തെറ്റുകളും ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്താറുണ്ട്. ദൈവം എന്നോട് ക്ഷമിക്കുമോ എന്ന് നാം സംശയിക്കാറുണ്ട്. പക്ഷേ ഈ വചനത്തിൽ ദൈവം പറയുന്നത് അത്ഭുതകരമായിട്ടുള്ളൊരു സത്യമാണ്. ഞാൻ നിൻ്റെ പാപങ്ങളെ മേഘം പോലെ മായ്ച്ചു കളയുന്നു എന്നാണ് ദൈവം പറയുന്നത്. ആകാശത്തിലൊരു മേഘമുണ്ടാകും. കുറച്ച് സമയത്തിന് ശേഷം അത് അപ്രത്യക്ഷമാകും. അതുപോലെ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ അടുക്കൽ സത്യസന്ധമായി മടങ്ങി വരുമ്പോൾ ദൈവം നമ്മുടെ പാപങ്ങളെ ഓർമ്മിക്കാതെയും മായ്ച്ചു കളയുകയും ചെയ്യുന്നു. ദൈവം നമ്മെ ഒരിക്കലും തള്ളിക്കളയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ദൈവം നമ്മെ ശിക്ഷിക്കാൻ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ നമ്മെ രക്ഷിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. മക്കളെങ്കിൽ ശാസനകൾ സ്നേഹത്തിൻ പ്രബോധനങ്ങൾ എന്നാണ് പറയുന്നത്. ദൈവം അതിനാൽ തന്നെയാണ് പറയുന്നത്, എൻ്റെ അടുക്കലേക്ക് നിങ്ങൾ മടങ്ങി വരിക. ഇതൊരു ക്ഷണമാണ്. പാപത്തിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും നിരാശയിൽ നിന്നും ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് തിരികെ വരാനുള്ള ഒരു ക്ഷണം. നമ്മുടെ ജീവിതത്തിൽ എന്ത് തെറ്റുകളുണ്ടായാലും ദൈവം നമ്മെ വീണ്ടും സ്വീകരിക്കാനായിട്ട് തയ്യാറാണ്. കാരണം ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ പാപങ്ങളേക്കാൾ വലിയതാണ്. അതിനാൽ ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ അടുക്കലേക്ക് തിരിഞ്ഞു വരാം. ദൈവം നമ്മോട് ക്ഷമിക്കും, നമ്മളെ ശുദ്ധീകരിക്കും, പുതിയ ജീവിതം നൽകും. നമ്മുടെ പാപങ്ങളെ മേഘം പോലെ മായ്ച്ചു കളയുന്ന ദൈവമാണ്. അവൻ്റെ അടുക്കലേക്ക് തിരിഞ്ഞു വരുവാനായിട്ട് നമുക്കേവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.